ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നോമ്പിൻ്റെ ചെറിയൊരു വിശേഷമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഉന്നക്കായ ഒന്ന് ഉണ്ടാക്കിയിട്ടാ. പക്ഷെ ഉന്നക്കായ ആകെ കൊളായി എന്ന് പറഞ്ഞാൽ കൊളായി. എന്താ ഉന്നക്കായ പഴം ഒന്ന് പഴുത്തു പോയി. അപ്പം ഞാൻ എന്തെങ്കിലും മുട്ട ബജ്ജി ഉണ്ടാക്കാൻ വിചാരിച്ച് അടിയിൽ മുട്ട പുഴുങ്ങാനും വെച്ച് മേലെ ഞാൻ പഴം വാട്ടാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പഴം പുഴുങ്ങിയതൊക്കെ തൊലി കളഞ്ഞ് വെച്ച് അപ്പം എന്നിട്ട് ഉടച്ച് നോക്കിയപ്പോൾ ആ പഴം നല്ല പഴുത്തിട്ടുണ്ട്. എങ്ങനെ ആക്കിയിട്ടും ഇതായി കിട്ടില്ല. അതിന് ശേഷം ഞാൻ കുറച്ച് മൈദമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പറഞ്ഞതിൽ ഞാൻ ആ മൈദമാവിലൊന്ന് കുഴച്ചെടുത്ത് വെച്ച്. ചിലപ്പോൾ ശരിയാവണമെങ്കിൽ ശരിയാവട്ടെ വിചാരിച്ചിട്ട്. അതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കട്ടെ. ഇതുപോലെ ഉന്നക്കായ ഉണ്ടാക്കി കൊളായിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിത് ആദ്യത്തെ അനുഭവമാണ്. പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനെന്ത് വിചാരിച്ച് എങ്ങനെയായാലും ഭക്ഷണ സാധനം നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ കുറച്ചൊക്കെ മൈദപ്പൊടിയൊക്കെ കുഴച്ചൊക്കെ വെച്ച് നോക്കി. അപ്പോൾ ഇതൊക്കെ നായി വരുമ്പോഴത്തേന് സെറ്റാവുമല്ലോ വിചാരിച്ചിട്ട്. എന്നിട്ടും സെറ്റായിട്ടില്ല. പിന്നെ എന്ത് ചെയ്തു, കുറച്ചും കൂടി പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഒന്നും കൂടി കുഴച്ച് വെച്ച്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മുട്ട ഒന്ന് പൊട്ടിച്ചൊന്ന് ചിക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ചിക്കി കൊടുത്തെല്ലാം നല്ലതുപോലെ ഒന്ന് വാട്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഗ്യാസ് കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിച്ച് പോവും. ഞാനൊന്ന് 2 മിനിറ്റ് ഒന്ന് അങ്ങോട്ട് കണ്ണറ്റിയപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വന്നു. പക്ഷെ അപ്പോഴത്തേനും ഒന്ന് ഓഫാക്കിയിടും, വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം കണ്ട ഞാൻ കുറച്ച് മൈദപ്പൊടി തൂകി മൈദപ്പൊടിയിൽ റോൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഫില്ലിങ്സ് നിറച്ച് വെച്ചത്. ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഉന്നക്കായ് കൊളായിന്ന്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നമ്മുടെ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പൊരിച്ചെടുത്തിട്ടാണ്. പൊരിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞ് അവൻ മാറ്റി വെച്ച്. അതിന് ശേഷം നമുക്ക് മുട്ട ബജ്ജി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ആദ്യം ഇട്ടപ്പോഴൊന്നും വന്നില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി ആ സൈഡിൽ തുറന്ന് നല്ലതുപോലെ ഇട്ട്. അപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കായപ്പൊടീൻ്റെ. അപ്പോൾ എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് അപ്പസോഡ ഇടാം. ഒരുപാടൊന്നും ഇടേണ്ടതുണ്ട്, കുറച്ചൊരു അപ്പസോഡ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല. അപ്പോൾ അതിന് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം, അല്ലെങ്കിൽ അത് വേണ്ട, സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് ലൂസാവരുത്, അതുപോലെ ഒരുപാട് കട്ടിയാവരുത്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ മിക്സാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കണ്ട ഇതാണ് അതിൻ്റെ പാകത്തിന് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കത് മുട്ട നടുവാക്കി വെക്കാം, പല ഷേപ്പിലെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി നമുക്കൊന്ന് നല്ലതുപോലെ വിതറിന് ശേഷം നമ്മുടെ എണ്ണ അങ്ങോട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഓയിലിലാണ് ഞാൻ പൊരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ മുട്ട ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ലതുപോലെ മുക്കിയെടുക്കാം. ഈ മുട്ട ബജ്ജി ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരും പറഞ്ഞു പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മളിടാൻ. ഞാൻ മുട്ട അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ടയിൽ വെള്ളം കൂടുമ്പോഴാണ് ചിലപ്പോൾ ഈ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മുട്ട ബജ്ജി നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. എനിക്ക് മുട്ട ബജ്ജിനെക്കാട്ടിയും സങ്കടമായത് ഉന്നക്കായ് കണ്ടിട്ടായിരുന്നു കേട്ടോ. എൻ്റെ ഉന്നക്കായ് കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് നോമ്പറക്കുമ്പോൾ അത് കഴിക്കാൻ പറ്റൂല എന്ന്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നോമ്പറന്നപ്പോഴാണ് മുട്ട ബജ്ജിനെക്കാട്ടിയും ടേസ്റ്റുള്ള സാധനം ഈ ഉന്നക്കായ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറയും ഇനി എല്ലാവരും ഉന്നക്കായ ഉണ്ടാക്കി കൊളായവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൊടി നല്ലതുപോലെ അതിലേക്ക് മിക്സാക്കിയിട്ട് കൊടുത്തിട്ട് അതിൽ ഫില്ലിങ്സ് ഇട്ടാൽ ഒരു കുഴപ്പമില്ല.
പിന്നെ ബാങ്ക് കൊടുക്കാനായപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.